എല്ലാവർക്കും ക്രേസി ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി എഗ് ബുൾസൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു പാൻ വെക്കാം. അതൊന്ന് ചൂടാവട്ടെ. ഇപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിക്കാം. ചൂടായ ഓയിലിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇപ്പോൾ അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകത്തിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം. ഇനി ഇത് എല്ലാവരും കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഒരല്പം ഉപ്പ് വിതറി കൊടുക്കാം. നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒലിവ് ഓയിൽ ഒരല്പം എടുത്തൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചെറു ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്കൊരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുക. ഇപ്പോൾ ആ ചെറുജീരകത്തിൻ്റെ സ്മെല്ലും ആ മല്ലിയിലയുടെ ഫ്ലേവറും ഒക്കെ കൂടി ഇങ്ങോട്ട് എന്താ സ്മെല്ല്! നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.